ഹായ് കുട്ടികളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഇന്ന് അനന്തുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമുക്കിന്ന് ഒരുപാട് ജോലികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ പുട്ടും കടലക്കറിയായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് ഓട്ടോയിൽ നമ്മൾ ചിക്കൻ വാങ്ങിക്കാനായിട്ട് വാളിക്കോടോട്ട് പോവാണ് കേട്ടോ. ഞാനും അനന്തു ദശൂറിനോടാണ് പോകുന്നത്. അപ്പം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞാൻ വണ്ടി എടുത്തില്ല കേട്ടോ. ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ വെയിറ്റ് ചെയ്യണം. ചിക്കൻ അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിൽ വന്ന് ചിക്കൻ കറിയും ഫ്രൈഡ് റൈസും ഒക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ നാത്തൂൻ്റെ മോളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവരൊക്കെ ആയിട്ട് നല്ല സന്തോഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കേട്ടോ. പിന്നെ അതിനുശേഷം പിന്നെ 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ കുറച്ച് കിടന്നൊക്കെ ഉറങ്ങിയതിന് ശേഷം എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെറസിൻ്റെ മുകളിൽ കയറാം. അപ്പോഴത്തേക്ക് വിഷ്ണു ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മുകളിൽ നിൽക്കുന്നതുകൊണ്ട് നേരെ തന്നെ യൂണിഫോം പോലും അഴിച്ചിടാതെ നേരെ അവൻ മുകളിലോട്ട് കയറി വന്നു. അങ്ങനെ അവിടെ ഞങ്ങൾ പഴുത്ത പേരക്കൊക്കെ പിച്ച് കഴിക്കുകയാണ് കേട്ടോ. അതിനകത്ത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടോ കോക്കറിയൊക്കെ കാണിക്കുകയാണ് കേട്ടോ. പിന്നെ ആ പഴുത്ത പേരൊക്കെ ഞാൻ പിന്നെ വിഷ്ണുവിന് കൊടുത്തു കേട്ടോ. അവനങ്ങനെ അത് കഴിക്കുകയാണ്. പിന്നെ അതിനുശേഷം രാത്രി ഞങ്ങൾ ഒരു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് വാങ്ങിക്കാൻ ആരോൺ ബേക്കറിയിലോട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങളിവിടെ മിക്ക സെലിബ്രേഷൻസിലും നമ്മൾ ആരോൺ ബേക്കറിയിൽ നിന്നാണ് കേട്ടോ കേക്ക് വാങ്ങിക്കുന്നത്. നമ്മുടെ വാളിക്കോടാണ് കേട്ടോ ആരോൺ ബേക്കറി. അപ്പോൾ നെടുമങ്ങാടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കേക്ക് വാങ്ങിക്കണം കേട്ടോ. ഭയങ്കര നല്ല ടേസ്റ്റാണ് കേട്ടോ കേക്കിന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇന്ന് കേക്ക് കട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു. സൺഡേ കേക്ക് കട്ട് ചെയ്യാം. കാരണം മാമൻ്റെ വീട്ടിൽ പോയിട്ട് അനന്തൂൻ്റെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട്, അനന്തൂൻ്റെ അച്ഛനെന്ന് പറഞ്ഞ എൻ്റെ മാമനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരുമായിട്ടൊക്കെ കേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേ ഞായറാഴ്ചയൊക്കെ ആയിരുന്നു ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ ഇങ്ങാക്കി. എന്തായാലും നമ്മൾ താണ്ട് അവസാനം ബട്ടർ സ്കോച്ചിൽ ഒരു കേക്കൊക്കെ സെലക്ട് ചെയ്ത് നമ്മൾ താണ്ടെ ഹാപ്പി ബർത്ത്ഡേ അനന്തു എന്നൊക്കെ എഴുതി നമ്മളത് പാക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങിക്കാൻ വരുന്ന കാര്യമൊന്നും അനന്തുവിന് അറിയത്തില്ല കേട്ടോ. അവന് സർപ്രൈസിലാണ്. അവൻ ചോദിച്ചു, ചേച്ചി നമ്മൾ കേക്ക് കട്ട് ചെയ്യുമോ? ഞാൻ പറഞ്ഞു ഇല്ലടാ, കേക്കൊന്നും കട്ട് ചെയ്യത്തില്ല, നമുക്ക് സൺഡേ കട്ട് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അവനോട് മനഃപൂർവ്വം തന്നെ പറഞ്ഞതാ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കൊച്ചു പിള്ളേർക്കും ഭയങ്കര ആഗ്രഹമല്ല, അവർക്ക് കേക്ക് കട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു പ്രത്യേക ഹാപ്പിനെസ് ആണ് അവരുടെ മുഖത്ത്. അത് കാണാൻ തന്നെ നമുക്ക് എന്ത് ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് അവനൊരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കണം. അങ്ങനെ എന്തായാലും ഞങ്ങൾ അവനകത്ത് ചിന്നു അകത്ത് അവനെ പൂട്ടിയിരിക്കുമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കേക്കൊക്കെ ഇന്ന് സെറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുവായിരുന്നു, ഫ്രിഡ്ജിൽ ഇരിക്കുമായിരുന്നു. അങ്ങനെ അനന്തവും ഏട്ടനും കൂടെ അതുകൊണ്ട് അനന്തും അല്ല സോറി ദക്ഷും ഏട്ടനും കൂടി പപ്പയും അമ്മയും വിളിക്കാൻ പോവുകയാണ് കേട്ടോ. പിന്നെ അതിനുശേഷം അനന്ത് താണ്ട് റൂമിൽ നിന്നൊക്കെ ഇറങ്ങി വരുവാണ് കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര ഹാപ്പിയായി. അവൻ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ദശൂട്ടൻ ചേട്ടാ വാ കേക്ക് താണ്ടെ കട്ട് ചെയ്യാൻ പോവാന്നൊക്കെ പറഞ്ഞ് അവനെയും വിളിച്ചുകൊണ്ട് വരുവാണ് കേട്ടോ. ദക്ഷുവിന് അത്ര വലിയ ഹൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ ചെയർ നീക്കിയിട്ട് അതിൻ്റെ മുകളിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനെ അനിയനും ചേട്ടനും കൂടി കേക്ക് കട്ട് ചെയ്യാൻ പോകും. എന്തായാലും അമ്മയും പപ്പയും എത്തി. ഇനി നമുക്ക് ആ ചടങ്ങിലോട്ട് പോവാം. അങ്ങനെ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് മാമനെ വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി നോക്കുവാണ് കേട്ടോ. മാമൻ എന്തോ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എടുക്കാനൊന്നും പറ്റിയില്ല കോള്. പിന്നെ അതിനുശേഷം പിന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്കാണെങ്കിൽ ചെറിയ ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ. 2-3 ദിവസം കൊണ്ടേ ഉണ്ട്. അതുകൊണ്ടാണ് ഈ സൗണ്ടിൽ തന്നെ ആണെങ്കിലും ആ ഒരു ഇത് ഫീൽ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതിന് കമൻറ്റ് ഇടണം. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മളോട് പറയണം. നമ്മൾ അതൊക്കെ പരിഹരിച്ച് നമ്മൾ ഇനിയുള്ള വീഡിയോസൊക്കെ നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഡെവലപ്മെൻറ്റൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് എന്തായാലും വേണം കേട്ടോ. പിന്നെ നമ്മുടെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അനന്തുവിന് കേക്കൊക്കെ വായിച്ച് കൊടുക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞുണ്ടല്ലോ, ഈ കുട്ടികളെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അവർക്ക് ഈ കേക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു നിമിഷം എന്നൊക്കെ പറയുന്നത് അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. അവർക്ക് ഒരു ബർത്ത്ഡേ വന്നാൽ തന്നെ പെട്ടെന്ന് അയ്യോ കേക്ക് കട്ട് ചെയ്യണം. കാരണം ഇവിടെ ദക്ഷിണാണെങ്കിൽ തന്നെ ആണെങ്കിൽ അവൻ്റെ ബർത്ത്ഡേ വന്നതിന് അവന് കേക്ക് കട്ട് ചെയ്യണം. അവർ ഭയങ്കര ഇഷ്ടമാണ് അവൻ ആ ഒരു മൂമെൻറ്റ്. ഞാനത് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അവനെന്ന് മാത്രമല്ല മിക്ക കുട്ടികൾക്കും കേക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു മൂമെൻറ്റ്സ് ഭയങ്കര ഹാപ്പിയാണ് അവർ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവൻ അനന്തുവിനും അങ്ങനത്തെ ഒരു ഭയങ്കര ഇഷ്ടമാണ് അവന് കേക്ക് കട്ട്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി സർപ്രൈസ് ആയിട്ട് വീട്ടിൽ പോയി മാമൻ്റെ വീട്ടിൽ പോയിട്ടാണ് കേട്ടോ കേക്കൊക്കെ കട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഈ വട്ടവും കേക്ക് കട്ട് ചെയ്യാമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇതിൽ നല്ല അടിപൊളിയായിട്ടൊക്കെ കേക്ക് കട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണു ഇന്ന് വരുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അവനും സർപ്രൈസ്ഡ് ആയിട്ടാണ് വന്നത്. അവനും ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പത്തനംതിട്ടയിൽ നിന്നൊക്കെ ഇന്നലെ വന്നതേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ചൊവ്വാഴ്ചയാണ് കേട്ടോ. ചൊവ്വാഴ്ച രാത്രിയിലാണ് കേട്ടോ. ഞാനിത് അപ്ലോഡ് ചെയ്യുന്ന ബുധനാഴ്ചയാണ് കേട്ടോ. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ് കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് നമ്മൾ നൈറ്റ് ഒരുപാട് ലേറ്റ് ആയിട്ടൊക്കെ ഉറങ്ങിയത്. അതുകൊണ്ട് വീഡിയോ ഒന്നും എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ അമ്മയൊക്കെ വന്ന് കേക്കൊക്കെ കൊടുത്ത് ഞാൻ പായസമൊക്കെ ഉണ്ടാക്കുവാണ് കേട്ടോ. നമ്മുടെ പാൽപ്പായസമാണ് കേട്ടോ ഉണ്ടാക്കിയത്. നമ്മൾ ബ്രഹ്മസലി എന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത്. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയുന്നതെന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ നാത്തൂനൊക്കെ കൊടുക്കാനും പിന്നെ റിലേറ്റീവ്സ് വേറെ ഉണ്ട് കേട്ടോ തൊട്ടപ്പുറത്തൊക്കെ ഉള്ള. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് 3 പാത്രത്തിൽ പായസവും നമ്മൾ കേക്കൊക്കെ ആയിട്ട് പോകാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വിഷ്ണുവിനെയും കൂടെ വിളിച്ച് വിഷ്ണു വാ നമുക്ക് എല്ലാവർക്കും കൂടി പോയി കൊടുത്തിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട്
അങ്ങനെ ഞങ്ങൾ താണ്ടെ വിഷ്ണുവിനെയൊക്കെ വിളിച്ച് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ചേച്ചിയുടെ വീട്ടിലോട്ട് പോവുകയാണ് കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.